ഹായ് ഹലോ മഴത്തോരു മുംബൈയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പതിയെ പതിയെ സ്റ്റാലിനും അലീനയും വല്ലാതെ അടുക്കുന്നുണ്ട്. തൻ്റെ മകളാണെന്ന് സ്റ്റാലിനും അറിയാം, തൻ്റെ അച്ഛനാണെന്ന് അലീനക്കും അറിയാം. എന്നാലും അവർ രണ്ടുപേരും പരസ്പരം അടുക്കാൻ ഒത്തിരി ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. അധികം വൈകാതെ അച്ഛനും മകളും വല്ലാതെ സ്നേഹത്തിലാവുകയാണ്. ഔദിക്കുട്ടി ചെയ്യാൻ അലീനയെ അവിടെ നിന്ന് തുരുത്താനാണ് അവിടേക്ക് വന്നെങ്കിലും അവളുടെ എളിമയും സ്നേഹവും അയാളെ വല്ലാതെ അമ്പരപ്പിക്കുന്നു. എൻ്റെ മരിച്ചുപോയ ഭാര്യ ചിന്നമ്മയുടെ അതേപോലെ ചിന്നമ്മ തന്നെയാണ് അവളെന്ന് പറയുന്നുണ്ട്. ഓതിക്കുട്ടിച്ചേൻ്റെയും അലീനയുടെയും സ്നേഹം കാണുമ്പോൾ സ്റ്റാലിനും വളരെ സന്തോഷമാവാണ്. അങ്ങനെ സ്റ്റാലിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവെല്ലാം കാണാൻ അപ്പച്ചനെയും മകളെയും കൂട്ടി സ്റ്റാലിൻ പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഓതിക്കുട്ടിച്ചേൻ കുറച്ചു കാലം അവിടെ താമസിക്കുക. തറവാട്ട് വീട്ടിലേക്ക് അലീനയെ കൊണ്ടുപോകണം. അവിടെ എല്ലാവരെയും അവളെ പരിചയപ്പെടുത്തണം എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ സ്റ്റാലിൻ അതൊന്നും വേണ്ട, അലീന ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ അലീന അവിടേക്ക് പോകുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ ഓരോന്ന് ഓടി ചെയ്ത് നടക്കുന്നുണ്ട്. തൻ്റെ അനിയത്തിമാരുടെ ജീവിതം പല രീതിയിലായിരിക്കും. അതെല്ലാം ചേർത്ത് പിടിച്ച് അവരെ നല്ല വഴിയിലൂടെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് മനുവുമായിട്ടുള്ള അലീനയുടെ അടുപ്പം സ്റ്റാലിനും വല്യപ്പച്ചനും അറിയുന്നത്. മോളെ, അത് നമുക്ക് ശരിയാവില്ല. ആ കുടുംബത്തിലേക്ക് നിന്നെ പറഞ്ഞു വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കണം. ബാലചന്ദ്രനും സ്റ്റാലിനെ കാണാൻ വരുന്നുണ്ട്, അലീനയുടെയും മനുവിൻ്റെയും വിവാഹകാര്യം ചർച്ച ചെയ്യാൻ. എന്നാൽ തനിക്ക് അത് താല്പര്യമില്ലെന്നും പാലായിക്കാരുമായിട്ട് ഒരു ബന്ധത്തിനും ഞാൻ ഒരുക്കമല്ലെന്നും സ്റ്റാലിൻ തുറന്ന് പറയുന്നുണ്ട്. അലീനക്ക് അത് വലിയ വിഷമാവാണ്. എൻ്റെ അച്ഛനും പപ്പയും എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കേണ്ട, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം എന്ന് അലീന പറയുന്നുണ്ട്. അലീനയുടെ മനസ്സിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് മനുവേട്ടനാണ്. അയാളെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോലും അലീനക്കാവില്ല. അലീന യുടെ കാര്യമോർത്ത് മനു ഒത്തിരി സങ്കടപ്പെടുകയാണ്. അലീനയെ തനിക്ക് നഷ്ടപ്പെടുമോ? അവൾക്ക് ആരുമില്ലാതിരിക്കുന്നതായിരുന്നു നല്ലത്. എന്നാൽ എനിക്ക് അവളെ സ്വന്തമാക്കിയിരുന്നു എന്നെല്ലാം മനുവിന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ കാണാനായിട്ട് കുളത്തുപൂയിലേക്ക് വന്ന മനുവിനോട് വളരെ ദേഷ്യപ്പെട്ടാണ് സ്റ്റാലിൻ പറഞ്ഞു വിടുന്നത്. അല്ല അലീന, എന്തായാലും നീ ഇപ്പോൾ തന്നെ വിവാഹം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഇങ്ങനെ പോകാൻ പറ്റില്ല. +2 വരെ നീ നന്നായി പഠിച്ചതല്ലേ, തുടർന്ന് പഠിക്കണം. ഇനി പഠിക്കണോ? എനിക്ക് 14 വയസ്സായില്ല അച്ഛാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നിനക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആവണം. എല്ലാം നിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? നിനക്ക് എന്തെങ്കിലും അംബീഷൻ ഉണ്ടായിരുന്നോ? സ്റ്റാലിൻ്റെ ചോദ്യം കേട്ട് അലീന ഒന്ന് നെട്ടുന്നുണ്ട്. എന്ത് അംബീഷൻ? ഈ അനാഥ പെണ്ണിന് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല. ഒരു നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണം, കിടക്കാൻ ഒരിടം വേണം, അതിലപ്പുറം ഒരു അംബീഷനും എനിക്കില്ല. എന്നാലും ചെറുപ്പത്തിൽ എന്തോരാഗ്രഹങ്ങളുണ്ടാവും കൊച്ചു പിള്ളേരുടെ മനസ്സിൽ. പോലീസ് ആവണം, കലക്ടർ ആവണം, ഡോക്ടർ ആവണം, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? ആ, ഉണ്ടായിരുന്നു. വെറുതെ ഇമേജിനേഷൻ ചെയ്യും, സ്വപ്നം കാണും, ഒരു IAS ആവാണ്. പക്ഷേ 10 വരെ പഠിച്ചു, +2 വരെ കഷ്ടിച്ച് പഠിച്ചു. പിന്നീട് തുടർന്ന് പഠിക്കാനുള്ള പണമൊന്നും ഞങ്ങളുടെ പ്രീതമ്മയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതാണ് സത്യം. നീ മറ്റെന്തോ കോഴ്സ് പഠിച്ചല്ലോ, എന്താ രോഗികളെ സൃഷ്ടിക്കണൊക്കെ. അത് വേണ്ട. എന്തായാലും നീ പറഞ്ഞല്ലോ IAS, അത് തന്നെ നമുക്കെടുക്കാം. എന്താ പപ്പ ഇത്? ഒരുപാട് ടൈമായി. ഇനി ഞാൻ പഠിക്കേ. +2 മാത്രമേ എനിക്ക് എഡ്യൂക്കേഷൻ ഉള്ളെന്ന് പപ്പ മനസ്സിലാക്കണം. അതൊക്കെ ഇന്നത്തെ കാലത്ത് പഠിച്ചെടുക്കാനാണോ പണി? എന്തായാലും അലീനയെ ഞാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലീനയോടും വല്യപ്പച്ചനും പപ്പയും കൂടെ ചേർന്ന് അലീനയെ ഒരു കോളേജിലേക്ക് കൊണ്ടുപോവാട്ടോ. ഇടയ്ക്കെല്ലാം അവളുടെ ഈ കഴിഞ്ഞു പോയ +2 കഴിഞ്ഞിട്ടുള്ള എല്ലാ പഠിപ്പുകളും പൂർത്തിയാക്കണം. എന്തായാലും നീ പഠിച്ച് ഒരു IAS ആയി വരുമ്പോഴേക്കും ഒരു 4-5 വർഷം എടുക്കും. അത് മതി. എന്തായാലും എൻ്റെ മോള് ഒരു IAS ആവട്ടെ, എന്നിട്ട് മതി വിവാഹം എന്ന് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അലീന മിടുക്കിയായി പഠിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് എല്ലാത്തിലും ഫസ്റ്റ് ആയിരിക്കും, എല്ലാ ക്ലാസ്സിലും ടോപ്പ് റാങ്ക് നേടിയിട്ടുണ്ടാവും അവൾ. അങ്ങനെ അവളുടെ പരീക്ഷയുടെ ആ ഒരു സമയത്തൊക്കെ ഈ സമയത്തൊക്കെ ഇവിടെ കടപ്പാട്ടൂരിലും നെടുമ്പുരക്കലൊക്കെ ഓരോ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. മനുവിനെ വിവാഹം തകൃതിയായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കമലയോട് ആ സമയത്ത് തുറന്ന് പറയുന്നതിന് മനു, ഈ ജന്മം ഞാൻ വിവാഹം കഴിക്കാതെ നിന്നു പോയാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അലീനയെ മാത്രമേ വിവാഹം കഴിക്കൂ. ഇനിയിപ്പോൾ അലീനയെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ പോലും എനിക്ക് സങ്കടമില്ല. അവളുടെ വിവാഹം കഴിയട്ടെ ആദ്യം, എന്നിട്ട് മാത്രമേ ഞാൻ ഇനി വിവാഹം കഴിക്കും.
ആ വേലക്കാരി പെണ്ണിന് അതിന് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത്? എന്ത് പ്രത്യേകത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിലടങ്ങിയ പെണ്ണിൻ്റെ കൂടെ ഞാൻ ജീവിക്കൂ. അങ്ങനെ ബാലചന്ദ്രനും ഈ സമയം വല്ലാതെ അവശ്യ നിലയിലേക്കാവുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസവും ബാലചന്ദ്രന് ഈ വൈജിയുമായിട്ട് വഴക്കടിച്ച്, വൈജിക്ക് സത്യങ്ങളൊന്നും ഇപ്പോഴും അറിയില്ല. അങ്ങനെ വഴക്കടിച്ചടിച്ച് ബാലചന്ദ്രനും വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അവിടെ ആണെങ്കിലോ ബബിത ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. ഒരു ചെറുക്കനുമായിട്ട് ബബിത പ്രണയം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ബബിതക്കാണെങ്കിലോ ആ സമയത്ത് ആത്മഹത്യ ചെയ്യല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കിയ ബബിത ആത്മഹത്യ ചെയ്യാണ്. ആ സമയം അലീനയാണ് ഹോസ്പിറ്റലിൽ വന്ന് അവളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സ് തകർന്നിരുന്ന ബബിതയോട് താനും നീയോ എല്ലാം ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണെന്ന സത്യം അലീന വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുളത്തുപുഴയിലേക്ക് കുറച്ച് നാൾ അലീനയുടെ ചേച്ചിയുടെ കൂടെ നിൽക്കാം ബബിതയും വരുന്നുണ്ട്. സ്റ്റാലിനെ കണ്ടതും തൻ്റെ അമ്മ മുമ്പ് പ്രണയിച്ച ആൾ, അതെല്ലാം ഓർത്ത് അവൾക്കിങ്ങനെ വല്ലാതെ ഒരു സങ്കടം വരികയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ ഇതറിയുമ്പോൾ എത്ര വിഷമം ഉണ്ടായി കാണും എന്നെല്ലാം അവൾ ഓർക്കുന്നുണ്ട്. എന്നാൽ ബബിതയെ ആദ്യം ഒറ്റ നോട്ടത്തിൽ കണ്ട സ്റ്റാലിൻ അത്ഭുതപ്പെട്ടു പോവാണ്. വൈജയുടെ അതേ പകർപ്പ്, ഡൽഹിയിലുണ്ടായിരുന്ന അതേ വൈജയുടെ അതേ കണ്ണുകൾ, അതേ ചുണ്ട്, അതേ മൂക്കുകൾ ബബിതയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ബബിതയായിട്ട് പെട്ടെന്ന് സ്റ്റാലിൻ കൂട്ടാവുന്നുണ്ട്. അവൾക്ക് തോട്ടവും എസ്റ്റേറ്റും എല്ലാം അയാൾ തൻ്റെ ജീപ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി സ്റ്റോറിയൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അലീന IAS നേടുന്നുണ്ട്. ഈ സമയം ഇതൊന്നും അറിയാതെ രാവിലെ തന്നെ പത്രം എടുത്ത് വായിച്ചു നോക്കായിരിക്കും. അവിടെ മുൻ പേജിൽ വലിയ കോളത്തിൽ തന്നെ IAS നേടിയ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതും ആ ഒരു നെട്ടലോടെ നിൽക്കായിരിക്കും വൈജ. ഇത് അലീനയല്ലേ? ഇനിയിപ്പോൾ അലീനയെ പോലെ മറ്റൊരുത്തിയാണോ? ധൃതി പിടിച്ച് അവൾ ആ വാർത്ത വായിക്കുന്നുണ്ട്. അനാഥയായി ജീവിച്ചവളാണ് അലീന. അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ തലക്കെട്ടോടു കൂടെ തന്നെ ഇപ്പോൾ അവൾ സ്വന്തം പപ്പയെ അടുത്തേക്കെത്തി. അതോടുകൂടെ ജീവിതം മാറിമറിഞ്ഞു. അവൾ ഇപ്പോൾ ഒരു IAS കാരിയാണ് എന്നെല്ലാം വാർത്തയിൽ മുൻ പേജിൽ തന്നെ വന്നിട്ടുണ്ടാവും. അലീന അവളുടെ പപ്പയുടെ എത്തിയെന്നോ? എന്നാൽ പപ്പയുടെ പേര് മാത്രം ആ ഒരു പത്രപാത്രത്തിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അവളുടെ പപ്പയ്ക്കരികിലേക്കാണോ ഇവിടെ ബാലചന്ദ്രൻ കൊണ്ടുപോകുന്നു വിട്ടത്? ബാലചന്ദ്രൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് കുറേ കാലം നടന്നില്ലേ? അതെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരുത്തൻ അവളെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അയാൾ ചിലപ്പോൾ സുഖിപ്പിക്കാൻ വേണ്ടി തട്ടിവിട്ടതായിരിക്കും എൻ്റെ മകളെന്ന്. അങ്ങനെ അവൾ പഠിച്ച് IAS കാരിയായി. അസൂയമൂത്ത് വൈജ ഫോണെടുത്ത് കമലയെ വിളിക്കുന്നുണ്ട്. കമലയെടുത്ത് ഇന്നത്തെ പത്രം വായിച്ചോ? എന്താ വൈജേ? ഇല്ല, ഞാൻ അടുക്കളയിലായിരുന്നു. എന്നാൽ ഇന്നത്തെ പത്രവാർത്തയിൽ ഒരു ന്യൂസ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ തന്നെ കമല പുറത്തേക്ക് വരുന്നുണ്ട്. പത്രത്തിലെ അലീനയുടെ പടം കണ്ട് സന്തോഷത്തോടെ ഇരിക്കായിരിക്കും മനുവിൻ്റെ കയ്യിൽ നിന്ന് പത്രം പിടിച്ചു വാങ്ങാണ്. എന്താടാ രാവിലെ തന്നെ പത്രത്തിലേക്ക് നോക്കി ഒരു ഇരിപ്പെന്ന് ചോദിച്ചുകൊണ്ട്. അമ്മക്കിത് എന്തിൻ്റെ കേടാ? പത്രം വായിക്കാനും സമ്മതിക്കില്ലേ? ഞാൻ നോക്കട്ടെ. അങ്ങനെ മുൻപേജിൽ അലീനയാണ് നിറഞ്ഞു നിൽക്കുന്നത്. IAS നേടിയെന്ന വാർത്തയായിരുന്നു. അത് കണ്ടതും കമല ആകെ ഒന്ന് നെട്ടുന്നുണ്ട്. ഇവളെങ്ങനെ IAS നേടി? വെറുതെ വേലക്കാരായിരുന്നവളോ? അതാ അമ്മ പറഞ്ഞത്. ചില ആളുകളുടെ തലവര മാറ്റിമറിക്കുന്നു. ഇപ്പം കണ്ടില്ലേ, ഒരു IAS കാരിയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് അവളുടെ വില മനസ്സിലായില്ല. എന്തായാലും കുപ്പത്തോട്ടിൽ കിടന്നവൾ കുപ്പത്തോട്ടിൽ തന്നെയല്ലേ, അവൾ എന്തായാലും ഒരു പിഴച്ചവളല്ലേ എന്ന് പറയുമ്പോൾ മനു ദേഷ്യത്തിൽ കമലയെ നോക്കുക. എന്ത് കണ്ടാലും കുറ്റം പറയണം അമ്മ. അതെങ്ങനെയാ? അമ്മയുടെ സ്വഭാവം വർഗവും ഒക്കെ അങ്ങനെ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മനു അങ്ങ് ദേഷ്യത്തിൽ പോവാട്ടോ. നേരെ ഫോണെടുത്ത് അലീനയെ വിളിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിലെല്ലാം അലീനയാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത്. മനുവേട്ടാ, കൺഗ്രാറ്റ്സ് അലീന. എന്നാലും ഇത് വളരെ സർപ്രൈസ് ആയിപ്പോയി. പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇത്രയും അതേ മനുവേട്ട, എനിക്കെന്നെ ഇത് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ അലീനയ്ക്ക് 100 കോളുകൾ വരാട്ടോ. രേവതിക്കുട്ടി, ബബിത, കൃഷ്ണമോള്, ബാലചന്ദ്രൻ, അങ്ങനെ ഒരു IAS കാരിയാണ് തങ്ങളുടെ ചേച്ചിയെന്ന് പറയാൻ അഭിമാനത്തോടെയാണ് ബബിതയും കൃഷ്ണമോളും ഒക്കെ ഒരുങ്ങുന്നത്. എന്നാൽ വൈജയ്ക്ക് മാത്രം ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. വൈജ അതിനുവേണ്ടി തർക്കിക്കാട്ടോ. കഥയുടെ ഒടുവിലാണ് കേട്ടോ. അതിനുശേഷമാണ് ബാലചന്ദ്രൻ മരിക്കുന്നത്. ബാലചന്ദ്രൻ മരിക്കുന്നതോടുകൂടെ വൈജ അടിമുടി മാറുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.